നമസ്കാരം സാർ. കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി യുവാവിനെ, അതായത് തർക്കം പരിഹരിക്കാൻ എത്തിയ ഒരു ആദിവാസി യുവാവിനെ 4 ചെറുപ്പക്കാർ ചേർന്ന് അര കിലോമീറ്ററുകളോളം വലിച്ചയച്ച ഒരു സംഭവം കേരളത്തിലുണ്ടായി. അതായത് ഇന്നലെ ഉണ്ടായി. ഇന്നും സമാന രീതി ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു വൃദ്ധയുടെ ശരീരം, അതായത് അവർ മരിച്ചു, അസുഖം മൂലം അവർ മരിച്ചു. അപ്പൊ അവരുടെ ശരീരം കൊണ്ടുപോകാൻ ആംബുലൻസ് ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഈ ആശുപത്രി അധികൃതർ അത് വിട്ടു നൽകിയില്ല. അങ്ങനെ ആ ശരീരം ഒരു ഓട്ടോയിൽ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട അവസ്ഥയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ആദിവാസികളല്ലേ, ആരും ചോദിക്കാൻ എത്തില്ല എന്നൊരു ധാർഷ്ട്യത്തിന്റെ രീതിയിലാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മൾ ഇതിൽ പലവട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ഈ മാതൻ എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ അതിന്റെ തർക്കം വന്നപ്പോൾ അവര് തമ്മിൽ പ്രശ്നം അത് എന്താണെന്ന് ചോദിച്ചു. വടക്കുണ്ടാക്കാൻ എന്താന്ന് പറഞ്ഞപ്പോൾ നീ ആരടാ ചോദിക്കാന്നുള്ള രീതിയിൽ അയാളെ മർദ്ദിക്കുക. അയാളെ എനിക്ക് തോന്നുന്നു അയാളെ കൈ പിടിച്ചിട്ട് വണ്ടി ഓടിച്ചു പോയി. കാരണം കൈ പിടിച്ചിട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ അയാൾ റോഡിൽ കിടന്ന് അയാളുടെ ദേഹമാസകലമുള്ള ടാർ റോഡിൽ കൂടി വലിച്ച് അര കിലോമീറ്ററോളം വലിച്ചഴിച്ചെന്നാണ് പറയുന്നത്. ഗുരുതര പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു. അപ്പം അവരതിനു ശേഷം അവിടുന്ന് കടന്നുപോയി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഏതൊരു വണ്ടിയുടെ രജിസ്ട്രേഷൻ പിടികൂടിയിട്ടില്ല. അപ്പം അത് ഒരു വിഷയമായതുകൊണ്ടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് അതൊരു കേസെടുക്കുക. ഇനിയിപ്പോ കേസ് മാധ്യമങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്തുകൊണ്ട് കേസ് എടുത്തേ മതിയാകത്തുള്ളൂ. അപ്പം ആദിവാസി യുവാവിനെ ഉപദ്രവിച്ചുകൊണ്ട് ജാമ്യം കിട്ടാത്ത വകുപ്പിലായിരിക്കും കേസെടുക്കാൻ പറ്റുന്നത്. പക്ഷെ പിന്നീട് ഈ പറയുന്ന കേസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഒരു വയോധിക, അവിടെയൊക്കെ ഈ ആദിവാസികളുടെയൊക്കെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ഈ ആദിവാസികളുടെ ഒരു കാര്യം എന്ന് പറയുമ്പം അവർ വനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് അവരുടെ അവർക്ക് ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരുന്ന വിഷയം ഇവരെ ഉദ്ധരിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കുറെ ആൾക്കാർ അവിടെ കയറി ചെന്നിട്ട് ഇവരുടെ ആവാസ വ്യവസ്ഥ മൊത്തം നശിപ്പിച്ചു. എന്നിട്ട് അവരെ ഏറ്റവും ആരോഗ്യമുള്ള 10, 100, 120, 150 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന, ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഇവിടുന്ന് അവിടെ ചെന്നിട്ട് ഇതിനു വേണ്ടി കണ്ടമാനം ഫണ്ട് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ കിട്ടും. ഈ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഫണ്ട് അടിച്ചു മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന് സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരെ ഈ ചെല്ലുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയും പരിധിക്ക് എത്തുന്നതിന് വേണ്ടി ഇവിടുന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ ഇവിടുത്തെ അറിയാമല്ലോ, ഏറ്റവും ഈ പറയുന്ന ചാരായവും മറ്റും അവരുടെ ഇവിടുന്ന് അവര് ഒരുപക്ഷെ അവർ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് ശരീരത്തിന് ഗുണമുള്ളതായിരിക്കും. ഉണ്ടാക്കിയെടുക്കുന്ന അത് കഴിച്ച് അവനിങ്ങനെ നൂറ്റാണ്ടെന്ന് അല്ലെങ്കിൽ 100 വർഷം ജീവിച്ചിരുന്നവനെ ഇവിടുന്ന് കൊണ്ടുപോയി ഈ പന്ന കളറുള്ള സാധനം കൊള്ളാമെന്ന് പറഞ്ഞ് കുപ്പിയോ കാണുമ്പോൾ വർണ്ണ കടലാസോ കാണുമ്പോൾ ഇത് മേടിച്ചു കുടിച്ചു. ഇപ്പം ഈ ആദിവാസികളുടെ ആയുസിന്റെ ദൈർഘ്യം 45-50 വയസ്സ് വരെ. അതുപോലെ ഇല്ലാത്ത മാറാ രോഗങ്ങളും ആരോഗ്യം നഷ്ടപ്പെട്ട് ഇല്ലാത്ത രോഗങ്ങളെല്ലാം കിട്ടും. എന്നിട്ട് ഇവർക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങളെല്ലാം തട്ടിയെടുക്കുക. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം, അതിന് ഭക്ഷണം, അല്ലെങ്കിൽ എല്ലാ സംവിധാനത്തിനും വേണ്ടി പൈസ കൊടുക്കുന്നത്, ഇതൊന്നും അവരുടെ കയ്യിൽ എത്തിച്ചേരുന്നില്ല. അതുപോലെ ഈ പറയുന്ന അച്ഛനില്ലാതെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഇതുപോലെ ഇവരെ പീഡിപ്പിച്ചും അല്ലെങ്കിൽ നോക്കും അവിടെ കൂടെ ഈ പറയുന്ന ഉപയോഗിച്ചതിന് ശേഷം അവിടെ കളഞ്ഞിട്ടങ്ങ് പോയി. ഇത് ആരാ പോയത്, എന്തോ പോയി, ഇതിനൊന്നുള്ള മാർഗം അവർക്കില്ലല്ലോ. ആ തിരക്കി ചെല്ലാൻ. അപ്പൊ ഇതേ രീതിയിൽ ഒരു സമൂഹത്തെ ശരിക്കും പറഞ്ഞാൽ ഉദ്ധരിക്കാനാണെന്ന് വ്യാജേന ഒരു സമൂഹത്തിന്റെ എല്ലാം നശിപ്പിക്കുക. ആരോഗ്യം, സംസ്കാരം എല്ലാം നശിപ്പിക്കുക. കാരണം ഇവനെ ഇപ്പൊ ഒരു തർക്കം എന്താ, നമ്മളെ അങ്ങോട്ടിറങ്ങി ചെന്നിട്ട് രണ്ടുപേരും തർക്കിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറില്ല എന്ത് തർക്കം, നമ്മൾ അടിക്കാൻ പറയാറുണ്ടോ, അല്ലെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പറയും. ഇതിപ്പോ നീ എന്താടാ ഞങ്ങളുടെ തർക്കത്തിനകത്ത് ഇടപെടാൻ അല്ലെങ്കിൽ ചോദിക്കാൻ. അവര് അല്ലെങ്കിൽ അവനെ എന്തോ കുഴപ്പമുള്ളവനാണ്, അവൻ മോശക്കാരനാണ്, താഴ്ന്ന ജാതിക്കാരനാണ്, ഈ രീതിയിലൊക്കെ ഉള്ള ഒരു കാര്യം. ഇന്നലെ അതുപോലെ വല്യമ്മയുടെ കാര്യം, ഒരു വയോധിക മരിച്ചു കിടന്നിട്ട് അവരുടെ ഏറ്റവും നമ്മളെ ആദരിക്കേണ്ടത് എന്നിട്ട് ആ സ്ത്രീയെ അത് കൊണ്ടുപോകാൻ മാർഗമില്ല. എന്നിട്ട് ഇതിനെല്ലാം ഗവൺമെന്റ് സംവിധാനം ഉണ്ടായിട്ട്, ആംബുലൻസ് ഫ്രീ ആയിട്ട് ഉണ്ടായിട്ട്, അതിന്റെ അല്ലെങ്കിൽ പ്രൊമോട്ടർമാരുണ്ട് CST, അവിടുത്തെ വിളിച്ച് പറഞ്ഞിട്ട് ആംബുലൻസ് ഇല്ല, ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ തയ്യാറില്ല. പിന്നെ ഓട്ടോയിലൊക്കെ ശവശരീരം കൊണ്ടുപോകാന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്ന് അറിയിച്ചു നോക്കി. അതുപോലെ ഓട്ടോക്കാരൻ തയ്യാറായിട്ട് അയാളെ മാനസികാവസ്ഥ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പണ്ടൊരു വലിയ കഥ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത്, ആ കഥ ഇപ്പൊ എങ്ങോട്ട് പോയി. മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ് ഒരുപക്ഷെ ഭക്ഷണത്തിന് വേണ്ടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം.
ഇവനെ അവിടുത്തെ ഏറ്റവും വലിയ ജന്മിമാരായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരൊക്കെ ആയിരുന്നു അന്ന് അതിനകത്തുണ്ടായിരുന്നു. ഇവനെല്ലാം ഏക്കർ കണക്കിന് സ്ഥലവും 4 5 കാറും ഒക്കെ ഉള്ളവൻ. ഈ പറയുന്ന ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ഇവൻ എന്തോ ആദിവാസിയാണ്. അവൻ വീടിൽ നിന്ന് വിട്ടിറങ്ങി കാട്ടിലൊക്കെ ജീവിക്കുകയും ഗുഹകളിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട അയാളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതിന് കണ്ടാൽ അതിനെ കണ്ട 1 മാസം ഭക്ഷണം കഴിക്കാതെ ഇറക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഇതിനെ ഇവിടുന്ന് കടകളിൽ ചെന്ന് സാധാരണ ഞാൻ കഴിഞ്ഞ ദിവസം അടൂര് വളരെ വേണ്ടപ്പെട്ട ഒരാള് എന്നുവെച്ചാൽ വളരെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാള് ഇയാളിപ്പോ റോഡില്ല എന്തോ വീട്ടിലെ പ്രശ്നം കൊണ്ട് വെച്ചിട്ട് ഇയാൾ ആ ബേക്കറിയിൽ നിന്ന് വന്നിട്ട് മനുഷ്യന്റെ വിശപ്പ് വലിയൊരു പ്രശ്നം. ബേക്കറിയിൽ നിന്ന് വന്നിട്ട് അതൊക്കെ അതിന്റെ ഒന്നും കാര്യമുള്ള ആളല്ലേ, ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു മനുഷ്യനാ. ആരും ഭക്ഷണം കൊടുക്കാനും ഭക്ഷണം മേടിക്കാൻ കയ്യുടെ കാശില്ല. പുള്ളി സൈഡിൽ വന്നിട്ട് ഒരു കവർ ബിസ്ക്കറ്റ് 10 രൂപയുടെ നമ്മുടെ പാർലയുടെ ബിസ്ക്കറ്റ് അവർ കാണാതെ വലിച്ചെടുത്തോണ്ട് പോവാ എടുത്തോണ്ട്. പക്ഷെ അവര് കണ്ടു, അവർ പിന്നെ അതൊക്കെ ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. വിശപ്പിന്റെ വില ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കൊന്നും ഇത് കൃത്യമായ സമയത്ത് വിശന്നില്ലെങ്കിലും സമയം നോക്കി ആഹാരം കഴിക്കുകയാണല്ലോ നമ്മുടെയൊക്കെ പരിപാടി. എന്ന് വെച്ചാൽ വിശപ്പ് എന്താന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു മനുഷ്യൻ അവിടുന്ന് 100 ഗ്രാമിന്റെ ഒരു കിലോ അരി അല്ലെങ്കിൽ കട്ടെടുത്തുനിന്ന് 100 ഗ്രാമിന്റെ ഒരു തേര് ഇവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇല്ല പ്രാകൃതമായ രാജ്യത്ത് ചെയ്യുന്ന പോലെ വിചാരണ ചെയ്യുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ അടിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ നീതി എന്തായി? അത് എനിക്ക് തോന്നുന്നു കേസ് ഏത് രീതിയിലായി. അപ്പം അതിന് ഒരുപാട് സാക്ഷികളുണ്ട്, അവരൊക്കെ കൂറുമാറിയാണ്. കൂറുമാറും പറയാം, കാശ് കൊടുത്താൽ കൂറുമാറും. അല്ലെങ്കിൽ പറയും സാക്ഷികളായിട്ട് നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് നീ നാളെ കാലം ജീവിച്ചിരിക്കത്തില്ല, നിന്നെ കാച്ചിക്കളയും. അതുപോലെ സംവിധാനവും കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് ഇതിന്റെ പിന്തുണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് പോലീസിന്റെ അടുത്ത് നിന്ന് പരാതിപ്പെടുമ്പോൾ വോട്ട് അല്ലെങ്കിൽ അതിനെ ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമാണ് പോലീസ്. കോടതി എന്ന് പറയുമ്പോഴും അതിനൊരു അനുകൂലമായിട്ട് അല്ലെങ്കിൽ കോടതിയെ സമീപിക്കണമെങ്കിൽ കേസ് കൊടുക്കണമെങ്കിൽ അറിയാമല്ലോ, ഒരു വക്കീലിനെ വെക്കണമെങ്കിൽ അതിന്റെ പുറകെ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ പറയുന്ന പോലെ പണമുള്ളവന്റെ ഭാഗം മാത്രമായിട്ട് പോകുന്ന ഒരു സിസ്റ്റമായിട്ട് എന്നിട്ട് അതിന് രാഷ്ട്രീയക്കാരെല്ലാം ഒരേ സ്വഭാവം കാണിക്കാം. സാധാരണ പണ്ടൊക്കെ ഈ പറയുന്ന ഇടതുപക്ഷവും അവരൊക്കെ ഇമാതിരിയുള്ള കാര്യത്തിനകത്ത് ഇടപെട്ട് അതിനകത്ത് നീതി മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വെക്കുന്നില്ല. ഇപ്പൊ അവരും ഇതൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ട് മാറുക. ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഭാഗം ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ ഭാഗം ഞങ്ങൾ നിങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞ് നിൽക്കുക. അതായത് വനം കൊള്ളയടിക്കുന്നതിന് ആദിവാസി എന്നും ഒരു പ്രശ്നമായിരുന്നു. ആദിവാസി വനം കൊള്ളയടിക്കുന്നില്ല, അവൻ ചെയ്യുന്ന മാറി ആ വനത്തിനകത്ത് നിന്നുകൊണ്ട് ആ വനത്തിന് ഗുണമാകുന്ന രീതിയിൽ ജീവിച്ച് അവൻ അവിടെ കുടിലുണ്ടാക്കുവാണെങ്കിൽ അവിടെ കിടക്കുന്ന 4 വട്ടം നിൽക്കുന്ന മരത്തെ കെട്ടി എന്തെങ്കിലും കെട്ടി ഓലയും മറച്ച് വെച്ച് കുടിലുണ്ടാക്കി വനത്തെ ഒരിക്കലും ആദിവാസി നശിപ്പിച്ചിട്ടില്ല. ആദിവാസികൾ വനക്കൊള്ള നടത്തുന്നു അല്ലെ വനത്തെ ഉപദ്രവിക്കുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ളവര് ആദിവാസികളുടെ സാന്നിധ്യം വനം കൊള്ളയ്ക്ക് വേണ്ടി അവരുടെ സാന്നിധ്യം വനത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണം വളരെ കൃത്യമായിട്ട് വളരെ കാലം കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് വനത്തിനകത്ത് പല ആദിവാസികളുടെ പേര് കേസെടുക്കുന്നുണ്ട്, അറിയാം. വനത്തിനകത്തുനിന്ന് സാധനം പൊട്ടിച്ചു അല്ലെങ്കിൽ കൊള്ളയടിച്ചു. ഇത് അവരതിനകത്തുനിന്ന് വല്ല കിഴങ്ങ് മാറ്റി തിന്നു, അവരുടെ ജീവിതക്രമത്തിനനുസരിച്ച് അവരൊരിക്കലും വനം നശിപ്പിച്ചില്ല. ഇവരെ അവിടെ നിന്ന് ഇവർ വനത്തിനകത്ത് നിന്നാൽ ഈ പറയുന്ന പോലെ വനത്തിനകത്തു നിന്നുള്ള മോഷണങ്ങളും അല്ലെങ്കിൽ അതിനകത്തിന്റെ കടന്നുകയറ്റവും ഒക്കെ അനുവദിക്കാതെ വരും. ഇതിന് സാക്ഷികൾ ഉണ്ടാവുകയും ഉദ്യോഗസ്ഥന്മാരുടെയും ഈ മാഫിയ ഗ്രൂപ്പുകളുടെയൊക്കെ ഈ ബന്ധങ്ങൾ വെളിയുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഈ പാവത്തങ്ങളെ എപ്പോഴും ഒന്നുകിൽ ചാരായം കൊണ്ടുവച്ച് പിടിപ്പിക്കും, അല്ലെങ്കിൽ വനത്തിനകത്തുനിന്ന് തടി വെട്ടിയെന്ന് പറഞ്ഞത് ഏതെങ്കിലും രീതിയിലൊക്കെ പീഡിപ്പിക്കും, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ കടന്നു കയറും, അവന്റെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കും, അവന്റെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തും. ഇത്തരത്തിലുള്ള രീതി ഇതിന് ഒരു രീതിയിലും മാറ്റം വരുന്ന ഒരവസ്ഥയില്ല. ആധുനികമാകുന്നു എന്ന് പറയുന്ന ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ആൾക്കാർക്ക് അന്നും ഇന്നും ആന്റണി ഭരിച്ചാലും ഉമ്മൻചാണ്ടി ഭരിച്ചാലും പിണറായി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഒരു ഗതിയുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇതൊരു വിഷയമായതുകൊണ്ടും മാധ്യമങ്ങൾ ചർച്ചയാക്കിയതുകൊണ്ടും ഈ യുവാവിനെ വലിച്ചടിച്ചതും ഈ വയോധികയുടെ ആംബുലൻസിന്റെ വിഷയമൊക്കെ പുറത്തു വന്നു. 24 മണിക്കൂർ കഴിയുമ്പോൾ ഇത് വാർത്തയല്ലാതെയും പ്രശ്നമല്ലാതെയും ആരും ശ്രദ്ധിക്കാതെയും പോകും. ഇത് ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും.